ഇന്നൊരു പഴനുറുക്ക് റെസിപ്പി ആയാലോ? ഓണ ദിവസം തയ്യാറാക്കുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. നമ്മൾ പപ്പടം കൂട്ടിയാണ് ഇത് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂട്ട് തന്നെ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്നാൽ രുചികരമായിട്ടുള്ള ഒരു പഴനുറുക്കായാലോ ഇന്നത്തെ റെസിപ്പി. വേഗത്തിൽ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. 2 നേന്ത്രപ്പഴം കൊണ്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത്. പഴമെല്ലാം ഒന്ന് നുറുക്കിയെടുക്കണം. ഇതേ വലിപ്പത്തിലാണ് ഞാൻ നുറുക്കിയെടുത്തേക്കുന്നത്. ഇനി നുറുക്കി വെച്ചിരിക്കുന്ന പഴമൊന്ന് നമുക്ക് വേവിച്ചെടുക്കാനുണ്ട്. ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലോട്ട് പഴത്തിൻ്റെ പീസുകളെല്ലാം ഇട്ട് കൊടുത്ത് അത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കുക. ലേശം വെള്ളം വെച്ച് കൊടുത്താൽ മതി. കാരണം പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ പഴമൊക്കെ വെന്ത് നല്ല ഒരു യെല്ലോ കളറിലായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 അച്ച് ശർക്കരയാണ് അതിന് വേണ്ടി എടുത്തത്. 1/2 കപ്പ് വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ട് അരിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നേന്ത്രപ്പഴവും ഈ ശർക്കരപ്പാനിയും കൂടെ തിളച്ച് നല്ലതുപോലെ ഒന്ന് വറ്റിക്കിട്ടണം. പഴനുറുക്കിലോട്ട് ആ ശർക്കരപ്പാനിയൊക്കെ പിടിച്ച് വറ്റി വരുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ്. ഈ പഴവും ശർക്കരപ്പാനിയും കൂടെ വെന്ത് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ്. ഓണ ദിവസത്തെ പ്രാതലിന് കഴിക്കുന്ന ഒരു പ്രധാന വിഭവം തന്നെയാണ് ഈ പഴനുറുക്ക്. 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നെയ്യും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി. ഇപ്പോൾ തന്നെ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇവ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണം തന്നെയുണ്ട്. കട്ടിയുള്ളൊരു 1/4 കപ്പ് പാലും കൂടെ തേങ്ങയുടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് തേങ്ങയുടെ പാൽ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതൊന്നും കൂടെ കുറുകി വരും. കാരണം പഴവും ശർക്കരപ്പാനിയും കൂടെ നല്ല പെരണ്ടിരിക്കുകയാണല്ലോ. പാന് നല്ല ചൂടുമുണ്ട്. തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പഴനുറുക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് തിരുവോണ നാളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സദ്യക്കൊപ്പമോ ഇത് വിളമ്പാറുണ്ട്. പപ്പടം കൂട്ടി ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നേന്ത്രപ്പഴവും ശർക്കരയും നെയ്യും തേങ്ങാപ്പാലും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കിടിലം പഴനുറുക്ക് റെസിപ്പിയാണെന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവച്ചത്. മധുരമുള്ള ഒരു ഓർമ്മ തന്നെ ആകട്ടെ ഈ വർഷത്തെ ഓണം എല്ലാ കൂട്ടുകാർക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.